നിങ്ങൾക്കറിയാമോ ഇനി ഫ്യൂച്ചറിൽ സ്മാർട്ട് ഫോൺസ് ഒന്നും ആരും യൂസ് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് ഹ്യൂമൻ എന്ന് പറയുന്ന ഒരു കമ്പനി പറഞ്ഞതാണ്. ഇതൊരു അമേരിക്കയിൽ ബേസ് ചെയ്തൊരു കമ്പനിയാണ്. അപ്പോൾ അവർ പറയുന്നത് ഇനി ആരും തന്നെ സ്മാർട്ട് ഫോണോ അല്ലെങ്കിൽ VR ഹെഡ്സെറ്റോ ഒന്നും യൂസ് ചെയ്യാൻ പോകുന്നില്ല. അവർ പുതിയതായിട്ട് ഇറക്കിയ ഒരു ഡിവൈസാണ് മെയിനായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. സ്മാർട്ട് ഫോൺസിനെ കംപ്ലീറ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്യുന്നതാണ് ഈ ഒരു കമ്പനി ക്ലെയിം ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഡിവൈസിനെ പറ്റി ഒന്ന് നോക്കാം. അപ്പോൾ ഹ്യൂമൻ എന്ന് പറയുന്നത് 2 എക്സ് ആപ്പിൾ എംപ്ലോയീസ് സ്റ്റാർട്ട് ചെയ്ത ഒരു കമ്പനിയാണ്. അപ്പോൾ അവരൊരു മെയിൻ ആശയം എന്ന് പറയുന്നത് സ്മാർട്ട് ഫോൺസിനൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് പുതിയൊരു ഡിവൈസ്, പുതിയ ഇന്നോവേഷൻ എന്നൊക്കെ പറഞ്ഞ് പുതിയൊരു ഡിവൈസ് കൊണ്ടുവരാമെന്നാണ് അവരുടെ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ അവർ പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രോഡക്റ്റിൻ്റെ പേരാണ് ഹ്യൂമൻ AI പിൻ. അപ്പോൾ പിന്നെന്ന് പേരിൽ മാത്രമേ ഉള്ളൂ. ഞാൻ എക്സ്പെക്ട് ചെയ്ത പിന്നെന്ന് പറയുന്നത് കുറച്ചുകൂടെയൊക്കെ ചെറുതായിരിക്കും. ബട്ട് ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് കണ്ടപ്പോൾ എനിക്ക് മെയിനായിട്ട് തോന്നിയത് നമ്മുടെ റോഡിൻ്റെയൊക്കെ മൈക്രോഫോൺ വരാറുണ്ട്, അതിൻ്റെയൊക്കെ ഷേപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ ഇരിക്കും. ഇതും ഈ ഒരു ഡിവൈസും തമ്മിൽ ഏകദേശം സിമിലർ ലുക്കിംഗ് ആണ് ഈ 2 പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ പ്രോഡക്റ്റ് കണ്ടപ്പോൾ എനിക്ക് ബേസിക്കലി ഇതുപോലെയാണ് തോന്നിയത്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണ്, അമേരിക്കയിൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റി എന്തിനാണ് വീഡിയോ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. മാത്രമല്ല അവരുടെ ക്ലെയിം അനുസരിച്ച് അവർ സ്മാർട്ട് ഫോണെ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ മാറ്റുമെന്നാണ്. അതിനെപ്പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് കാണുമ്പോൾ റോഡിൻ്റെ മൈക്രോഫോണാണ്, അല്ലെങ്കിൽ റോഡിൻ്റെ വയർലെസ് മൈക്രോഫോൺസ് ഒക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന AI-ലാണ്. അതിൻ്റെ പേരിലുള്ള പോലെ തന്നെ AI ഫീച്ചേഴ്സാണ് ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. എന്നാൽ സ്മാർട്ട് ഫോണെ റീപ്ലേസ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഫീച്ചേഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഈ ഒരു ഡിവൈസ് എങ്ങനെയാണ് ഇന്നോവേറ്റീവ് ആവുന്നതെന്ന് ചോദിച്ചാൽ ഈ ഒരു പ്രോഡക്റ്റ് നമ്മുടെ ഡ്രസ്സിലൊക്കെ നമുക്കിങ്ങനെ പിൻ ചെയ്ത് വെക്കാൻ പറ്റും. അതാണ് ഏറ്റവും വലിയ ഇന്നോവേഷൻ ഈ ഒരു കമ്പനി പറയുന്നത്. നമുക്ക് ഡ്രസ്സിലും ബാഗിലൊക്കെ ഇങ്ങനെ അറ്റാച്ച് ആയിരുന്നുള്ളൂ മാഗ്നറ്റിൽ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഇതുപോലെ അങ്ങ് ഇരുന്നോളും, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലൊരു പ്രൊജക്ടർ വരുന്നുണ്ട്. ആ ഒരു പ്രൊജക്ടറിൽ നമുക്ക് കയ്യിൽ പ്രൊജക്റ്റ് ചെയ്യുന്നതായിരിക്കും, കയ്യിൽ ഇൻഫോർമേഷൻസ് ഒക്കെ പ്രൊജക്റ്റ് ചെയ്യുന്നതായിരിക്കും. ആ ഒരു ഇൻഫോർമേഷൻ നമ്മുടെ കയ്യിൽ ജസ്റ്റേഴ്സ് യൂസ് ചെയ്താണ് കൺട്രോൾ ചെയ്യേണ്ട, അല്ലാതെ ടച്ച് പരിപാടിയൊന്നുമില്ല. പിന്നെ ഈ ഒരു ജസ്റ്റർ പരിപാടി എന്ന് പറയുന്നത് ഇതൊന്നും വലിയ ഇന്നോവേഷൻ അല്ല. നേരത്തെയും പല ബ്രാൻഡ്സും ട്രൈ ചെയ്തിട്ടുള്ള പരിപാടികളാണ്. അല്ലെങ്കിൽ പല ഗ്ലാസസിലോ അല്ലെങ്കിൽ പല സ്മാർട്ട് ഫോൺസിലോ വരെ ജസ്റ്ററിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. LG പോലത്തെ ബ്രാൻഡ്സ് ജസ്റ്റർ ഉപയോഗിച്ച് സ്മാർട്ട് ഫോൺ കൺട്രോൾ ചെയ്യുന്ന പല ഫീച്ചേഴ്സും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതൊരു ടച്ചൊന്നുമില്ല. ടച്ച് ചെയ്യാൻ പറ്റാത്ത മെയിൻ എന്ന് പറയുന്നത് പ്രൊജക്ടറാണ്. പ്രൊജക്ടർ ചെയ്യുന്നത് ജസ്റ്റ് കയ്യിൽ നിന്ന് നമുക്ക് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കും എന്താണ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ പ്രൈസ് വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യാം. ഇത് അമേരിക്കയിൽ മാത്രമേ ഉള്ളൂ, ഇന്ത്യയിലൊന്നും ലോഞ്ച് ചെയ്യാനും പോകുന്നില്ല. പിന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് $699 ആണ്. അപ്പോൾ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണ്. ഇന്ത്യൻ മണി എന്തായാലും ഞാൻ ഇവിടെ കൊടുത്തേക്കാം. മാത്രമല്ല ഇതിന് മാസം നമ്മൾ പൈസ അടയ്ക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഈ മാസം $24 വെച്ച് നമുക്ക് അടയ്ക്കണം. അത് മെയിനായിട്ട് വരുന്നത് ഈ ഒരു ഡിവൈസിനകത്തൊരു eSIM വരുന്നുണ്ട്. ആ ഒരു eSIM-നുള്ള റീചാർജാണ്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് കോൾ ചെയ്യാൻ പറ്റും. ഈ ഒരു പ്രോഡക്റ്റിൽ നിന്ന് കോൾ ചെയ്യാം. പിന്നെ ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ച് നമുക്ക് മെസ്സേജസ് അയക്കാം. അതുപോലത്തെ എല്ലാ പരിപാടിയും നടക്കുന്നതാണ്. പിന്നെ ഇതിലൊരു 13 MP ക്യാമറ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ സെറ്റിങ്സോ കാര്യങ്ങളോ ഒന്നും ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് വോയിസ് കമാൻഡ് യൂസ് ചെയ്താണ് അതൊക്കെ കൺട്രോൾ ചെയ്യേണ്ട. ടേക്ക് ഫോട്ടോ എന്ന് പറയുമ്പോൾ മറ്റേ അലക്സയൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക്, അല്ലെങ്കിൽ ഗൂഗിൾ അസിസ്റ്റൻ്റ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ടേക്ക് ഫോട്ടോ എന്ന് പറയുകയാണെങ്കിൽ ഫോട്ടോ എടുക്കും, അല്ലെങ്കിൽ ടേക്ക് വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ വീഡിയോ എടുക്കും. അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ ഭയങ്കര കണക്ടിവിറ്റിയോ അല്ലെങ്കിൽ നമ്മുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് കണക്ട് ചെയ്യാനുള്ള പരിപാടി അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് നമുക്ക് വോയിസ് കമാൻഡ് യൂസ് ചെയ്ത് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് എടുക്കാൻ പറ്റും. പിന്നെ ഈ ഒരു ഡിവൈസ് പവർ ചെയ്യുന്നത് കോൾകോമിൻ്റെ സ്നാപ്ഡ്രാഗണിൻ്റെ ചിപ്പാണ്. അപ്പോൾ അത്യാവശ്യം എഫിഷ്യൻ്റ് ആണെന്നൊക്കെയാണ് കമ്പനി പറയുന്നത്. എങ്കിലും എനിക്ക് പറയാനുള്ള 2-3 കാര്യങ്ങളുണ്ട്. ഈ ഒരു കമ്പനി പറയുന്നത് നമ്മുടെ സ്മാർട്ട് ഫോൺസിനെ റീപ്ലേസ് ചെയ്യുന്നതാണ്. കാരണം ഇതിൽ റൺ ചെയ്യുന്നത് അവരുടെ കസ്റ്റം വോയിസ് ആണ്. കസ്റ്റം വോയിസിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് അതിൽ വാട്സപ്പ് ഇല്ല, ഇൻസ്റ്റാഗ്രാം ഇല്ല, അതുപോലത്തെ ഒരു സോഷ്യൽ മീഡിയ ഫെസിലിറ്റീസും ഇല്ല. അപ്പോൾ ഒരു സോഷ്യൽ മീഡിയ ഫെസിലിറ്റിയും ഇല്ലാതെ ഇപ്പോഴത്തെ കാലത്ത് ആരെങ്കിലും ഈ ഒരു ഡിവൈസ് മേടിക്കുമോ? അത് $699 കൊടുത്ത് ആരെങ്കിലും ഈ ഒരു ഡിവൈസ് മേടിക്കും. മാത്രമല്ല ഇവർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന AI എന്നാണ്. മെയിനായിട്ട് ഈ ഒരു സംഭവത്തിൽ ഉപയോഗിക്കുന്ന AI ഒരു പാറ്റേൺ നോക്കുകയാണെങ്കിൽ നമ്മുടെ ChatGPT ഉണ്ടല്ലോ, ChatGPTയിലുള്ള സെയിം പരിപാടിയാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഡിവൈസിൽ ChatGPTയിലുള്ള ഫങ്ഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് ബേസിക്കലി പറയാനുള്ളത് നമ്മുടെ സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിലും ഈ ഒരു ഡിവൈസ് നോക്കുകയാണെങ്കിലും നല്ല വ്യത്യാസമുണ്ട്. കാരണം സ്മാർട്ട് ഫോണിന് പറ്റുന്ന പല കാര്യങ്ങളും ആ ഒരു ഡിവൈസിന് പറ്റത്തില്ല. അതായത് ഇപ്പോൾ നമുക്ക് ഇതിൽ വാട്സപ്പ് ഉപയോഗിക്കാം, ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കാം, നല്ല ഹൈ എൻഡ് ക്യാമറാസ് കിട്ടുന്നുണ്ട്. പിന്നെ ആ ഒരു ഡിവൈസിൽ അവരുടെ സ്വന്തമായിട്ടുള്ള വോയിസ് അസിസ്റ്റൻ്റ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ നമുക്ക് ഈ ഒരു ആൻഡ്രോയിഡ് ഫോണോ അല്ലെങ്കിൽ ഐഫോണോ ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഗൂഗിൾ അസിസ്റ്റൻ്റ് കിട്ടുന്നുണ്ട്, അലക്സയുടെ ഫെസിലിറ്റീസ് പല സ്മാർട്ട് ഫോൺസിനും കൊടുക്കാറുണ്ട്, അതുപോലെ തന്നെ നമുക്ക് സിറിയും കിട്ടുന്നുണ്ട്. എന്നാൽ ആ ഒരു ഡിവൈസിൽ കസ്റ്റം ആയിട്ടുള്ള ഒരു വോയിസ് അസിസ്റ്റൻ്റ് ആണ്. അതായത് സംഭവം നമുക്ക് വോയിസ് അസിസ്റ്റൻ്റ് സ്മാർട്ട് ഫോണിൽ കിട്ടുന്നുണ്ട്, നമുക്ക് ChatGPT സ്മാർട്ട് ഫോണിൽ കിട്ടുന്നുണ്ട്. അതായത് എല്ലാ പരിപാടിയും നമുക്ക് സ്മാർട്ട് ഫോണിൽ നടക്കും. പിന്നെ ഈ ഒരു ഡിവൈസ് ഭയങ്കര ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഹൈപ്പിനനുസരിച്ച് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാരണം അത്രമാത്രം യൂസർ ഫ്രണ്ട്ലിയോ അങ്ങനെയല്ല, ഒരു ഭയങ്കര ഇന്നോവേഷനോ
അപ്പോൾ ഇന്നോവേഷൻ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്മാർട്ട് ഫോണിന് പറ്റാത്ത അല്ലെങ്കിൽ നമ്മുടെ സ്മാർട്ട് ഫോണിനെക്കാട്ടും കുറച്ചുകൂടെ ബെറ്റർ എഫിഷ്യൻറ്റ് പ്രോഡക്റ്റ് കൊണ്ടുവരണം. പിന്നെ പല ആൾക്കാരും പറയുന്നുണ്ട് സ്മാർട്ട് ഫോൺ അല്ല VR ഗ്ലാസ് ആണ് നമ്മുടെ ഫ്യൂച്ചർ ടെക്നോളജി എന്ന്. അത് ഓക്കെ, ഞാനും പറയുന്നുണ്ട് ഫ്യൂച്ചർ ടെക്നോളജി എന്ന് പറയുന്നത് VR ഗ്ലാസ് ആണ്. എന്നാൽ നിലവിൽ VR ഗ്ലാസ് വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയിലാണ്. അങ്ങനെ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഭയങ്കര ബൾക്കിയാണ്, ബാറ്ററി ബാക്കപ്പ് അത്ര നല്ലതല്ല. മാത്രമല്ല VR ഗ്ലാസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിൻ്റെ തൊട്ടടുത്താണ് ഇരിക്കുന്നത്. അപ്പോൾ കണ്ണിന് നല്ല രീതിയിൽ ഡാമേജ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഈ ഒരു VR ഗ്ലാസ് കൊണ്ട്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ചിലപ്പോൾ ടെക്നോളജി ഇമ്പ്രൂവ് ആയി ഇതെല്ലാം ഫിക്സ് ചെയ്യാൻ പറ്റുമായിരിക്കാം. ബട്ട് ഈ ഒരു ഡിവൈസ് ഈ AI പിൻ കൊണ്ട് എന്തായാലും എനിക്ക് തോന്നുന്നില്ല ഇത്രമാത്രം ലൈക്ക് ഫോണിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ടെക്നോളജി ആണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങളുടെ തോട്ട്സ് എന്താണെന്നെങ്കിൽ താഴെ കമൻസിലൂടെ അറിയിക്കാം. നിങ്ങൾ VR ഗ്ലാസ് ആണോ പ്രിഫർ ചെയ്യുന്നത്, അതല്ലെങ്കിൽ നമ്മുടെ AI പിൻ ആണോ പ്രിഫർ ചെയ്യുന്നത്, താഴെ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായ നമ്മുടെ ബാക്കിയുള്ള വീഡിയോസ് കൂടെ ചെക്ക് ചെയ്ത് നോക്കുക. ദിസ് ഈസ് ഫോൾമോസ്റ്റ്. അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.